ഒരു ഫ്രണ്ടിന്റെ വീട് വരെ വന്നതാണ്. ഇന്നലെ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ആയിരുന്നു, അതാണ് ഞാൻ സ്കൂളിൽ കാണാതിരുന്നത്. എന്താ സൂസി നീ ഇവിടെ? ഓ ഞാനോ, ഞാൻ എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ വീട് ഇവിടെ അടുത്താണ്, അപ്പൊ അവിടെ ഒന്ന് വന്നതാണ്. എന്തായാലും നമുക്ക് കാണാൻ പറ്റിയല്ലോ. എടാ നിനക്കറിയോ ഇന്നലെ ക്ലാസ്സിൽ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ? ഷോ നീ മിസ്സായി പോയില്ലേ അതൊക്കെ? എന്താ സൂസി ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നോ? നമ്മുടെ ക്ലാസ് ടീച്ചറൊക്കെ ഇന്നലെ വന്നിരുന്നോ? ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തിയോ? ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈയിടെ പൊട്ട, ഇന്നലെ എക്സാം ഒന്നും നടത്തിയില്ല. ഇന്നലെ 4 പേര് വന്നിരുന്നില്ല, അതുകൊണ്ട് ടീച്ചർ ഇന്നലെ എക്സാം ഒന്നും നടത്തിയില്ല. നോക്കിക്കോ, മൺഡേ ആണ് എക്സാം. നീ മൺഡേയും നീ ലീവ് എടുക്കോ? കാണണം. ഓ കഷ്ടമായി പോയല്ലോടി. നീ എന്ത് ചെയ്യും? മൺഡേ ഞാൻ ഇനി എന്ത് പറഞ്ഞ് ലീവ് എടുക്കും? എടാ ഇനി നീ ലീവ് ഒന്നും എടുക്കല്ലേ. മൺഡേ അതൊരു ചാപ്റ്റർ അല്ലേ ഉള്ളൂ, നിനക്ക് പഠിച്ചുകൂടെ അത്? ഇന്നിപ്പോ സാറ്റർഡേയിലേ ആയിട്ടുള്ളൂ, നിനക്ക് നാളെ സമയമുണ്ട്. ഒന്ന് പഠിക്കടാ. എന്നിട്ട് മൺഡേ നീ വാ, പരീക്ഷ എഴുത്. അല്ലെങ്കിൽ ടീച്ചർ ഇനി മൺഡേയും എടുക്കത്തില്ല. ഞങ്ങളെല്ലാവരും ഇന്നലെയും പഠിച്ചു, ഇനി ആ ചാപ്റ്റർ വീണ്ടും പഠിക്കണം. നീ അപ്പൊ മൺഡേ വരണം കേട്ടോ. എന്താ നീ ഇവിടെയൊക്കെ ചുറ്റി നടക്കുന്നത്? ഫ്രണ്ടിന്റെ വീട്ടിൽ എന്താ പരിപാടി? ആ വന്നേക്കാടി. എന്തായാലും നിന്റെ തനിക്കുണം കാണിക്കരുത്. നീ ആ പേപ്പറൊക്കെ ഒന്ന് നീട്ടി വെച്ച് സഹായിക്കണം. എനിക്കൊന്ന് നോക്കി എഴുതാനെങ്കിലും നീ സഹായിക്കണം. അതെങ്ങനെ? നീ പഠിച്ച് നീ തന്നെ എഴുതും, നീ ആരെയും കാണിച്ചു കൊടുക്കത്തില്ലല്ലോ. പിന്നെ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു പുതിയ വീഡിയോ എടുക്കാൻ പോകുന്നു, മനസ്സിലായോ? ഞങ്ങൾക്ക് മില്യൺ അടയ്ക്കും. അപ്പോൾ മില്യൺ പീപ്പിൾസ് കണ്ട് ഞങ്ങൾ ഫേമസ് ആകും, മനസ്സിലായോ? ആ നീ വീഡിയോയും എടുത്ത് നടന്നോ, പഠിക്കുകയൊന്നും വേണ്ട. എന്തായാലും ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കും, നാളെ മമ്മിയുടെയും പപ്പയുടെയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഓക്കേടാ ബൈ, മൺഡേ കാണാം നമുക്ക്. ഓക്കെ ഓക്കേടി കുശുമ്പി പാറു, നീ പോയിക്കോ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഓക്കെ മൺഡേ വരാം, കാണാം. ബൈ ബൈ.